ഇന്നവർ നമ്മുടെ അനിയന്മാരെയും അനിയത്തിമാരെയും ഡൽഹിയിലെ തെരുവിലിട്ട് തല്ലിച്ചതച്ചു. ആൺ പെൺ വ്യത്യാസമില്ലാതെ ക്രൂരമായി ആക്രമിച്ചു. ചോദ്യം ചോദിക്കുന്നവരെയും ആ ചോദ്യം ചോദിക്കുന്നവർക്കൊപ്പം നിൽക്കുന്നവരെയും ദേശദ്രോഹികളും കലാപകാരികളുമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങൾ തലകുമ്പിട്ട് നിന്ന് വ്യാജ വാർത്തകൾ ചമച്ചുകൊണ്ടിരിക്കുകയാണ്. നിയമങ്ങളിലേക്കും അവകാശങ്ങളിലേക്കുള്ള പാത അവർ ബാരിക്കേഡ് കൊണ്ട് കെട്ടിമറച്ചിരിക്കുകയാണ്. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നത് ലാത്തി കൊണ്ടാണ്. ചെറുത്തുനിൽപ്പിനെ തല്ലി എല്ലൊടിക്കാനുള്ള ശ്രമമാണ്. ബഹുഭൂരിപക്ഷത്തിൻ്റെ മൗനം എന്ന് പറയുന്നത് ഞങ്ങൾക്കുള്ള അംഗീകാരമാണ് എന്ന് സ്വയം വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയാണ്. ഇന്നത് നമ്മുടെ അനിയന്മാർക്കും അനിയത്തിമാർക്കും എതിരെയാണ്. നാളെ അത് നമ്മുടെ മക്കൾക്കെതിരെയാണ്. ഒരുപക്ഷെ കുറച്ചു കാലങ്ങൾക്കുള്ളിൽ തന്നെ തെരുവിൻ്റെ നടുവിലിട്ട് നമ്മളെയും ആരെങ്കിലും തല്ലിച്ചതച്ചേക്കാം. പക്ഷേ ആ തിരിച്ചറിവ് വരാൻ വേണ്ടി നമ്മുടെ അവകാശങ്ങൾ ഇല്ലാതാവും അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടും എന്ന് പറയുന്നൊരു സാഹചര്യം വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മളിൽ ബഹുഭൂരിപക്ഷ ആളുകൾ. പറഞ്ഞു വരുന്നത് 2026 ജൂലൈ മാസം 20-ാം തീയതിയെക്കുറിച്ചാണ്. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും ഇരുളടഞ്ഞ അധ്യായങ്ങളിൽ ഒന്നിലേക്ക് തീർച്ചയായും ചേർത്ത് വെക്കാൻ പറ്റുന്ന ദിവസം. അടികൊണ്ട് ഓടിയത്, കരഞ്ഞത്, നിലവിളിച്ചത്, ചോര പൊടിച്ചത് ഒക്കെയും വിദ്യാർത്ഥികളും ഇന്നാട്ടിലെ യുവതലമുറയുമാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ കുറേ ദിവസങ്ങളായി വിചാരിക്കുന്നു. പക്ഷേ ഇതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ച് അതെങ്ങോട്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ. പക്ഷെ അങ്ങനെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ച് ഓരോ കാര്യങ്ങളെയും ഫോളോ ചെയ്തിരുന്ന് ഒരല്പം വൈകിപ്പോയോ എന്ന കുറ്റബോധത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ അരങ്ങേറിയിട്ടുള്ള ഏറ്റവും മനുഷ്യത്വ വിരുദ്ധമായ കാര്യങ്ങളെക്കുറിച്ച്, അതിനിടയാക്കിയ സാഹചര്യത്തെക്കുറിച്ച്, ഈ പോരാടുന്ന ഓരോ മനുഷ്യരും നമ്മളോട് സംസാരിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, അതിനെപ്പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ടിയർ ഗ്യാസ്, ലാത്തി ചാർജ്, ബാരിക്കേഡുകൾ വെച്ചുകൊണ്ട് അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തന്നെ ഹനിക്കുക, ഇൻ്റർനെറ്റ് വിച്ഛേദിക്കുക. നമ്മളീ പറയുന്നതൊക്കെ ഇന്ത്യ എന്ന ജനാധിപത്യ രാഷ്ട്രത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയാണ്. ഈ ജനാധിപത്യ അവകാശങ്ങൾ നമുക്ക് നേടിത്തന്ന സ്വതന്ത്ര ഭാരത ശില്പികളിൽ ഏറ്റവും പ്രധാന പേരുകാരൻ മഹാത്മജി, അദ്ദേഹം നമുക്ക് കാട്ടിത്തന്ന അഹിംസയുടെ വഴിയിലൂടെ, നിരാഹാരത്തിലൂടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ശ്രമിച്ച ഒരു മനുഷ്യൻ്റെ പോരാട്ടത്തിനാണ് ഇവിടെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോനം വാങ്ചക്. പക്ഷേ മഹാത്മജിയുടെ പാതയിലൂടെയുള്ള ഈ പോരാട്ടത്തിനെ ബ്രിട്ടീഷുകാർ എതിർക്കുന്നതിനേക്കാൾ അസഹിഷ്ണുതയോടെയാണ് ഇന്ന് നമ്മുടെ ഗവൺമെൻറ് ഇതിനെ എതിരിട്ടുകൊണ്ടിരിക്കുന്നത്. 20th ജൂലൈ 2026 പോലീസുകാരാണ് അല്ലെങ്കിൽ പലവിധ സേനകളിൽ നിന്നുള്ള ആളുകളാണ് എന്ന അവകാശം ഉന്നയിച്ചുകൊണ്ട് കുറേ ആളുകൾ, അതിൽ കുറേ ആളുകൾക്ക് യൂണിഫോം ഉണ്ട്, കുറേ ആളുകൾക്ക് യൂണിഫോം ഇല്ല. ഇനി യൂണിഫോം ഉള്ള പല ആളുകൾക്കും നെയിം പ്ലേറ്റ് ഇല്ല. ഒരു വലിയ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ടിയർ ഗ്യാസ് ഷെല്ലുകളൊക്കെ പൊട്ടിച്ചെറിയുകയാണ്. അവിടെ ഒത്തുകൂടിയിരിക്കുന്ന ആളുകളുടെ എണ്ണം വെച്ച് അവിടെ ഒരു സ്റ്റാമ്പേഡ് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ സാധ്യതയുള്ള ഒന്നാണ്. അതിനെ വകവയ്ക്കാതെ ഏതൊക്കെയോ ഉദ്യോഗസ്ഥന്മാർ ഈ പറയുന്ന ടിയർ ഗ്യാസ് ഷെല്ലൊക്കെ വലിച്ചെറിയുന്നു. നെയിം പ്ലേറ്റ് ഉള്ളതും ഇല്ലാത്തതും യൂണിഫോം ഉള്ളതും ഇല്ലാത്തതുമായ ആരൊക്കെയോ ചേർന്ന് കുട്ടികളെ റോഡിലിട്ട് തല്ലുന്നു. അങ്ങനെ ഈ ഒരു ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ എന്ന വ്യാജേന എത്തിയിട്ടുള്ള ഒരാൾക്കെതിരെയും ഈ നിമിഷം വരെ നടപടി ഉണ്ടായതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടില്ല. ഒരു നോൺ വയലൻറ്റ് പ്രതിഷേധ പ്രകടനത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് നമ്മൾ ഈ പറഞ്ഞത്. പോലീസുകാർ തന്നെ കല്ലെറിയുന്നു, പോലീസുകാർ തന്നെ വാഹനങ്ങൾ തല്ലി തകർക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വീഡിയോ ക്ലിപ്പുകൾ അവിടുന്ന് വരുന്നുണ്ട്. വിദ്യാർത്ഥികളെ, യുവാക്കളെ പ്രകോപിപ്പിച്ചിട്ടുള്ള ഒരു ഭരണകൂടവും അധിക നാൾ നീണ്ടു നിന്നിട്ടില്ല. ഭരണാധികാരമൊക്കെ കയ്യിലേക്ക് ഏൽപ്പിച്ചു തന്നത് ഇതേ യുവാക്കളാണ്. തന്നത് തിരിച്ചെടുക്കുന്ന ഒരു നാൾ വരും. അതുവരെയും ഈ മുറിവുകൾ ഉണങ്ങാതെ തന്നെ നിൽക്കും. കാരണം മുറിവേറ്റത് പട്ടിണി കിടന്നും ഉറക്കമുളച്ചും കഷ്ടപ്പെട്ട് പഠിച്ച് ജീവിതത്തിൽ മുന്നോട്ട് വരണമെന്നും ഈ രാജ്യത്തിനൊപ്പം നിൽക്കണമെന്നും ആഗ്രഹിച്ച യുവാക്കൾക്കാണ്. അവരെ നോവിച്ച, അവരുടെ ദേഹത്ത് മുറിവുണ്ടാക്കിയ ഒന്നും തന്നെ അവർ മറക്കാൻ പോകുന്നില്ല. പക്ഷേ എന്തപ്പോൾ ഡൽഹിയിൽ സംഭവിച്ചത്? കുറേ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഉണ്ടാവില്ല. നമ്മുടെ കോക്രോച്ച് ജനതാ പാർട്ടി അവിടെ എന്തോ ജാഥ നടത്തിയെന്നോ, ഇവരൊക്കെ എവിടെ നിന്ന് വരുന്നോ എന്തോ, ഇവരൊന്നും വിദ്യാർത്ഥികളല്ലെന്നേ. ഇതിനിടയിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, എനിക്ക് പേര് പറയാൻ പോലും പുച്ഛം തോന്നിപ്പോവാണ്, സോനം വാങ്ചക്കിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് അയാൾ പാകിസ്ഥാനോട് സംസാരിച്ചിട്ടുള്ള ആളാണ്. അയാളൊന്നും വിദ്യാർത്ഥികൾക്ക് വേണ്ടി അല്ല സംസാരിച്ചത്. അവിടെ ആ തല്ലുകൊണ്ടൊന്നും വിദ്യാർത്ഥികളല്ലെന്നേ, അത് മുഴുവൻ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഇതിനെ പ്രതിരോധിക്കുന്ന ആളുകളുണ്ട്. സോ നമ്മൾ സോനം വാങ്ചക്കിനെ കുറിച്ച് അറിയണം. ഒരു മനുഷ്യൻ്റെ നിരാഹാര സമരം ഒരു തലമുറയ്ക്ക് വേണ്ടിയുള്ള ചോദ്യം ചെയ്യലായി ഉയരുമ്പോൾ, ആ തലമുറ മുഴുവൻ അയാൾക്കൊപ്പം നിൽക്കുമ്പോൾ അദ്ദേഹത്തെ അറിയാതെ മുന്നോട്ട് പോകാമെന്ന് പറയുന്നത്, നിങ്ങളൊരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയ്ക്ക് ചിലരൊക്കെ പറയാറില്ലേ, എനിക്ക് ഈ രാഷ്ട്രീയമൊന്നും അറിയില്ല. അറിയണം. സോനം വാങ്ചക്കിനെയും അയാളുടെ രാഷ്ട്രീയത്തെയും അറിയണം. ആഗ്രഹിച്ചിട്ടും സ്കൂളിൽ പോയി നല്ല വിദ്യാഭ്യാസം നേടാൻ കഴിയാതിരുന്ന ഒരാൾ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു വിദ്യാഭ്യാസ മാതൃക സൃഷ്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അയാളെ നമ്മൾ അറിയണം. പഠിക്കാനുള്ള ബുദ്ധിയില്ലാത്തതുകൊണ്ടല്ല, അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ആഗ്രഹിച്ചതുപോലെ പഠിക്കാൻ കഴിയാതിരുന്ന ഒരാൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സൗകര്യമൊരുക്കുന്ന ഒരാളായി മാറിയ കഥ. അയാൾ പ്രധാനമന്ത്രി ആവാത്തതുകൊണ്ട് അയാളുടെ ജീവചരിത്രമൊന്നും പാഠപുസ്തകങ്ങളിൽ പ്രിൻ്റ് ചെയ്ത് തന്നു എന്ന് വരില്ല. ലഡാക്ക്
ഏറ്റവും കടുത്ത കാലാവസ്ഥകളുള്ള ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ ഒരു പ്രദേശം. മഞ്ഞ് വന്നു കഴിഞ്ഞാൽ -ഡിഗ്രിയിലേക്കാണ് പോകുന്നത്. വേനൽക്കാലം വന്ന കുടിവെള്ളം പോലും കിട്ടാനില്ലാത്ത അവസ്ഥ. ഏറ്റവും പരിമിതമായ സൗകര്യങ്ങൾ, വിദ്യാഭ്യാസ അവസരങ്ങൾ ഏറ്റവും കുറവുള്ള പ്രദേശങ്ങളിലൊന്ന്. സോനം വാങ്ചുക് തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഒരു പ്രദേശത്തെ മാറ്റിയെടുക്കണമെങ്കിൽ ഏറ്റവും ആദ്യം മാറേണ്ടത് വിദ്യാഭ്യാസമാണ്. രാജ്യത്തിൻ്റെ അഭിമാനമായ NITയിൽ നിന്ന് ബിരുദം നേടിയ ശേഷം അദ്ദേഹത്തിൻ്റെ സഹപാഠികളൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയി സെറ്റിലായി. പക്ഷേ അദ്ദേഹം ലഡാക്കിലേക്ക് തന്നെയാണ് പോയത്. സ്റ്റുഡൻസ് എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ മൂവ്മെന്റ് ഓഫ് ലഡാക്ക്, സെക്മോൾ എന്നറിയപ്പെടുന്ന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് അയാൾ. ഏറ്റവും സുഖലോലുപമായ സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരാണ് എന്ന് മലയാളികൾക്കൊരു തോന്നലുണ്ട്. പക്ഷേ വിജയത്തെ പോലെ തന്നെ പരാജയത്തെയും കൺസിഡർ ചെയ്യപ്പെടുന്ന ഒരു സ്ഥലം, അതാണ് സോനം വാങ്ചുക് ഒരുക്കിയ സെക്മോൾ. അദ്ദേഹം ഈ ലോകത്തോട് തന്നെ വിളിച്ചു പറഞ്ഞത് പ്രകൃതിയെ മനസ്സിലാക്കാനാണ്, സ്വന്തം സാഹചര്യങ്ങളെ മനസ്സിലാക്കാനാണ്, സ്വയം പര്യാപ്തരാവാൻ വേണ്ടിയാണ്. ഞാൻ നേരത്തെ ലഡാക്കിലെ ഏറ്റവും കഠിനമായിട്ടുള്ള കാലാവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ തങ്ങൾ നേരിട്ടിരുന്ന വെല്ലുവിളിയെ തന്നെ തങ്ങൾക്ക് അനുകൂലമായി മാറ്റിയെടുക്കാൻ ഒരു ജനതയെ പഠിപ്പിക്കുകയാണ് സോനം വാങ്ചുക് ചെയ്തത്. രാജ്യസുരക്ഷയ്ക്കും വികസനത്തിനുമൊക്കെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ് ലഡാക്ക് എന്ന് പറയുമ്പോഴും അവിടുത്തെ തനത് സംസ്കാരങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്, അവിടുത്തെ പ്രകൃതി സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്, ആ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകളുടെ തൊഴിലവസരങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷേ വികസനത്തിൻ്റെ പേരിൽ ആ പ്രദേശത്തിൻ്റെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ നിന്നാണ് സോനം വാങ്ചുക് ദേശീയ ശ്രദ്ധ നേടുന്ന, അന്തർദേശീയ ശ്രദ്ധ നേടുന്ന അദ്ദേഹത്തിൻ്റെ നിരാഹാര സമരങ്ങൾ ആരംഭിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ദുർബലമായ പരിസ്ഥിതി മേഖലകളിലൊന്നാണ് ഹിമാലയം. നമ്മുടെ ഒരു വലിയ സംരക്ഷണ കവചമായിട്ട് നമ്മളത് കാണുമ്പോൾ അത് ഏറ്റവും ശ്രദ്ധയോടുകൂടി സംരക്ഷിക്കപ്പെടേണ്ട ഒരു പ്രദേശമാണ്. അതുകൊണ്ടാണ് സോനം വാങ്ചുക് പറഞ്ഞത്, ലഡാക്കിന് വികസനം വേണം, പക്ഷേ അത് ലഡാക്കിനെ നശിപ്പിച്ചുകൊണ്ടാവരുത്. അദ്ദേഹത്തിൻ്റെ നിരാഹാര സമരങ്ങളൊക്കെയും പ്രകൃതിക്ക് വേണ്ടിയായിരുന്നു, ലഡാക്കിലെ മനുഷ്യർക്ക് വേണ്ടിയാണ്, അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്. ആ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ആ മനുഷ്യൻ ഏറ്റവും അവസാനം ജന്തർ മന്ദറിൽ നിരാഹാര സമരത്തിനെത്തുന്നത് ഈ രാജ്യത്തെ വിദ്യാർത്ഥികളെ മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രശ്നം ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനാണ്, പെട്ടെന്ന് നടപടികൾ ഉണ്ടാവാൻ വേണ്ടിയാണ്. ഇവിടെ മുതൽ നമ്മൾ നീറ്റ് എക്സാമിനെക്കുറിച്ചും NTA അറിയേണ്ടതുണ്ട്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ഒക്കെ വരുന്നത് NTA ബന്ധപ്പെട്ടിട്ടാണ്. പക്ഷേ NTA കൈക്കൊണ്ടിട്ടുള്ള പല തീരുമാനങ്ങളും അവരുടെ അവകാശങ്ങളും ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് അപ്പിയർ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അനീതിയാണെന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല. ഒരാൾക്കോ ഒരു സംസ്ഥാനത്തുണ്ടായ ഫെയിലിയറിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്, സിസ്റ്റമാറ്റിക്കായി നടന്നു പോയിട്ടുള്ള ഫെയിലിയേഴ്സിനെ കുറിച്ചിട്ടാണ്. ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് വരുന്ന വിദ്യാർത്ഥികൾ അവർ രാവും പകലും ഇല്ലാതെ പഠിച്ച് പ്രിപ്പയർ ചെയ്ത് ഈ എക്സാമിന് ശേഷം എൻ്റെ ജീവിതം മറ്റൊരു രീതിയിലേക്ക് മാറുമെന്ന് സ്വപ്നം കണ്ടുവരുന്ന ആളുകളാണ്. അവിടെയാണ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ലീക്ക് ആവുന്നത്, എക്സാമിനേഷൻ സെൻറ്ററുകൾ കൃത്യമായ സേഫ്റ്റി ഇല്ലാതെ റൺ ചെയ്യപ്പെടുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, രാജ്യത്ത് ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന പല പരീക്ഷകളും ഇപ്പോഴും പെന്നും പേപ്പറും വെച്ചാണ് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. എത്ര വലിയ ലോജിസ്റ്റിക്സ് ആണിത്. ഇത് എത്രത്തോളം സുരക്ഷയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാവാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ ചെല്ലുകയാണ്. ഇവിടുത്തെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ്, എൻട്രൻസ് എക്സാം ഒക്കെ കഴിഞ്ഞ് പഠിച്ച് പുറത്തിറങ്ങിയിട്ടുള്ള ഒരാൾ, ആ ആളുടെ അടുത്ത് നമ്മൾ ചെന്നിരിക്കുമ്പോൾ നമുക്കൊരു വിശ്വാസമുണ്ട്, അയാൾക്ക് എൻ്റെ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ അറിയാം. ഇന്ത്യയിലെ ഏറ്റവും വിദഗ്ധരായിട്ടുള്ള ഡോക്ടേഴ്സിൽ ഒരാൾ തന്നെയാണ് അയാൾ. പക്ഷേ ഇവിടെ നീറ്റിൻ്റെ ചോദ്യപേപ്പർ ചോരുക എന്ന് പറയുന്നത് നമ്മൾ കേട്ട് നമുക്കൊരു വാർത്തയല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് അങ്ങനെയല്ല. ഈ തെറ്റായ രീതിയിൽ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടാവുമ്പോൾ പണം കൊടുത്ത് ചോദ്യപേപ്പർ വാങ്ങിച്ച, അങ്ങനെ പരീക്ഷ എഴുതി കടന്നുകൂടിയിട്ടുള്ള ആളുകൾ, ഇവിടെ കഴിവുള്ള കഠിനാധ്വാനം നടത്തിയിട്ടുള്ള ആളുകളെ പിന്തള്ളിയാണ് മുന്നോട്ട് പോകുന്നത്. അവർ പഠിച്ചു നേടുന്നതിനെക്കുറിച്ച് എന്ത് വാല്യൂ ആണ് ഉണ്ടാവുക? ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ആഗ്രഹിച്ചതിലേക്ക് എത്താൻ പറ്റാതെ പോകുന്ന നിരാശയിലേക്ക്, കടുത്ത ഡിപ്രഷനിലേക്കും തള്ളിയിടപ്പെടുന്ന നമ്മുടെ യങ് ജനറേഷനോട് നമുക്ക് എന്താണ് പറയാൻ പറ്റുക? ഈ നീറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇടയ്ക്ക് വാർത്തകൾ വരും, എക്സാമിൻ്റെ സമയത്ത് കൃത്യസമയത്ത് എത്താൻ പറ്റിയില്ല, അല്ലെങ്കിൽ അവരെ ശാരീരികമായിട്ട് ഫുൾ ചെക്ക് ചെയ്ത് അകത്ത് കയറ്റുന്നു, ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ വെറും വാർത്തകളായി മറിച്ച് നമുക്ക് ശീലമായി തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു +1 സമയം മുതൽ ഈ നീറ്റ് എക്സാമിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഓരോ വിദ്യാർത്ഥിയും നടത്തുന്ന വലിയ പ്രിപ്പറേഷൻ ഉണ്ട്. സ്കൂളിൽ മുഴുവൻ സമയം ഇരുന്ന് പഠിക്കുക, അത് കഴിഞ്ഞ് കോച്ചിങ് സെൻറ്ററിലേക്ക് പോവുക, ഉറക്കമുളച്ചിരുന്ന് പഠിക്കുക. ഈ കുഞ്ഞിൻ്റെ പഠനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി പണം കണ്ടെത്താനും ആ കുട്ടിയെ സഹായിക്കാനും വേണ്ടി ഇതേപോലെ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് രക്തം വിയർപ്പാക്കി പണിയെടുക്കുന്ന രക്ഷിതാക്കളുണ്ട്. അവരുടെ വർഷങ്ങൾ നീണ്ട കഠിനാധ്വാനമുണ്ട്. അതിനുശേഷം നീറ്റ് എക്സാം ഹാളിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു വിദ്യാർത്ഥി എത്രത്തോളം ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അവരുടെ വസ്ത്രം മുഴുവൻ അഴിച്ച് പരിശോധിക്കുകയാണ്. നമ്മൾ ഒരു ദ്രോഹവും ചെയ്യുന്നില്ല എന്ന് ഉറപ്പുള്ള ഒരു സ്ഥലത്ത് നമ്മളും ഒരു ദ്രോഹിയാണോ എന്നറിയാൻ നമ്മളെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അതും ഒരു വിഷമമാണ്. ഇതെല്ലാം താണ്ടിയാണ് ഒരു വിദ്യാർത്ഥി എക്സാം സെൻറ്ററിനകത്ത് കയറുന്നത്, അവിടെ ചോദ്യപേപ്പർ അയാളുടെ കയ്യിലേക്ക് കിട്ടുന്നത്. അങ്ങനെ എക്സാം എഴുതി ഞാൻ നന്നായി എഴുതിയിട്ടുണ്ട്, അടുത്ത പ്രാവശ്യം എനിക്കും സെലക്ഷൻ കിട്ടും, എൻ്റെ ലൈഫ് മാറാൻ പോവുകയാണെന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പരീക്ഷ വീണ്ടും നടത്താൻ പോകാമെന്ന് പറയുന്നത്.
ഇതൊരു വിദ്യാർത്ഥിക്ക് ഉണ്ടാക്കുന്ന മാനസിക ആഘാതം എത്രത്തോളമാണ്. അങ്ങനെ ആത്മഹത്യ ചെയ്ത കുഞ്ഞുങ്ങളെ അവരുടെ വേദനയെ അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം സമൂലമായി നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇത്തരം കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിൽ നടത്തപ്പെടുന്ന കാര്യങ്ങളിൽ എന്തൊക്കെ മാറ്റം വരുത്തണം എന്ന് ചിന്തിക്കുന്നതിന് പകരം അതൊക്കെ ഒരു ഓളത്തിലങ്ങ് നടന്നു പോകും എന്ന് വിചാരിച്ച് കണ്ണടയ്ക്കാൻ നമുക്ക് എങ്ങനെയാണ് സാധിക്കുക? കൃത്യമായ പ്രാക്ടിക്കലായ സൊല്യൂഷൻസ് നൽകാൻ പറ്റാതിരിക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതിൻ്റെ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറാവണം. ഇവിടെ സോനം വാങ്ചുക് ആയാലും CJP കോക്രോച്ച് ജനതാ പാർട്ടി ആയാലും അവർ മുന്നോട്ട് വെക്കുന്നത് ക്വാളിറ്റി ഉറപ്പാക്കുക എന്നും അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കണമെന്നുമാണ്. ഇത് രണ്ടിനും ഇവിടെ കൃത്യമായ ഒരു മറുപടി നൽകാൻ നമ്മുടെ ഗവൺമെന്റിന് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അവരതിന് താല്പര്യപ്പെടുന്നില്ല. ചോദ്യം ചോദിക്കുന്നവനെ ഇവിടെ വിപ്ലവകാരി, കലാപകാരി, രാജ്യദ്രോഹി എന്നൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘം ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. അവരെ അങ്ങനെ ചിത്രീകരിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ കണ്ണും തുറന്ന് കാത്തിരിക്കുകയാണ്. മുന്നിൽ കിട്ടുന്നവനെ തൊലിയുരിയുന്നത് വരെ തല്ലി സ്വന്തം ജീവിതത്തിലെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥർ കാത്തിരിക്കുകയാണ്. സോനം വാങ്ചുക് ജന്തർ മന്ദറിൽ ആരംഭിച്ച നിരാഹാര സമരം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്. ആ സമരത്തിലേക്കാണ് കോക്രോച്ച് ജനതാ പാർട്ടി നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങളുടെ ഭാഗമായി വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്ന ആവശ്യവുമായി എത്തുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടി ഒരു ജനകീയ പ്രതിഷേധമുണ്ടാവുക, ഒരു കൂട്ടമുണ്ടാവുക, അവർ സമാധാനപരമായി സമരം ചെയ്യുക എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന അവർക്ക് ഉറപ്പ് നൽകുന്ന സ്വാതന്ത്ര്യമാണ്. അവർ സമാധാനത്തെ നശിപ്പിക്കാത്തടത്തോളം, ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തെ തടസ്സപ്പെടുത്താത്തടത്തോളം അവർക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. അവർ ആ അവകാശം വിനിയോഗിക്കുന്നതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഇവിടെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിൻ്റെ പേരിൽ, ഏറ്റവും വാലിഡായ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിൻ്റെ പേരിൽ അവരെങ്ങനെയാണ് ദേശദ്രോഹികളോ കലാപാഹ്വാനം നടത്തുന്ന ആളുകളോ ആയി മാറുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു, ടിയർ ഗ്യാസ് ഷെല്ലും ലാത്തിയും യൂണിഫോം ഇല്ലാതെയും നെയിം പ്ലേറ്റ് ഇല്ലാതെയും ഒക്കെ ആളുകൾ കുട്ടികളെ തല്ലിച്ചതയ്ക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ്റിന് സമാധാനപരമായി സമരം ചെയ്യുന്ന ആളുകളെ കേൾക്കാൻ പറ്റുന്നില്ല? അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ പറ്റുന്നില്ല. ഞങ്ങളും മിണ്ടില്ല, ചോദ്യം ചോദിക്കുന്നവനെ തല്ലി ഒതുക്കും എന്ന ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ശരിയാവുക? ഇവിടെ സോനം വാങ്ചുക്കിൻ്റെ നിരാഹാരം മുന്നോട്ട് പോകുന്തോറും അദ്ദേഹത്തിൻ്റെ ആരോഗ്യം നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തെ പോലീസുകാർ ആശുപത്രിയിൽ എത്തിക്കുന്നു. അദ്ദേഹത്തിന്റെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ നിരാഹാര സമരം കണ്ടിന്യൂ ചെയ്യുന്നു. ജൂലൈ 20 പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനം തുടങ്ങാനിരിക്കെ പാർലമെന്റിലെ മെമ്പേഴ്സ് അവിടെ വരികയല്ലേ? നമ്മൾ പ്രതിഷേധം നടത്തുന്നത് എന്തിനാണ്? ഇവർ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ബന്ധപ്പെട്ട ആരും തന്നെ ഇവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. നമ്മളൊരു അവകാശത്തിന് വേണ്ടി ഇവിടെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ആരും നമ്മളെ തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിൽ നമ്മൾ അവരുടെ വീട്ടുമുറ്റത്തേക്ക് തന്നെ പോകണം. കാരണം ആവശ്യം ഇവിടെ നമ്മുടെയാണ്. മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത് ഇന്നാട്ടിലെ വിദ്യാർത്ഥികളുടെ ആവശ്യമാണ്, ജനങ്ങളുടെ ആവശ്യമാണ്. അവരങ്ങോട്ട് മാർച്ച് നടത്തി. ആ മാർച്ചിനെ തുടർന്നാണ് ഈ വിദ്യാർത്ഥികളൊക്കെ ഇത്രയും മോശം അവസ്ഥയിൽ ഉദ്യോഗസ്ഥർ നേരിട്ടത്. ഈ അവരുടെ ആവശ്യങ്ങൾ അന്യായമാണോ? പലവിധ അന്വേഷണങ്ങളിലൂടെ പുറത്തു വന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ ചില പരീക്ഷാ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് പങ്കുണ്ടെന്നുള്ള ആരോപണം, ഇടനിലക്കാർ വഴി ചില വിദ്യാർത്ഥികൾക്ക് ചോദ്യപേപ്പർ ലഭിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്, പണം വാങ്ങി ചോദ്യപേപ്പർ നൽകുന്ന ഒരു ശൃംഖല തന്നെ പ്രവർത്തിച്ചു എന്ന് പറയുന്ന ആരോപണം, ഇതൊക്കെ മുന്നോട്ട് വരികയാണ്. ഈ വിദ്യാർത്ഥികൾ ചോദിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 വർഷം ഊണും ഉറക്കവും ഇല്ലാതെ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് ഞങ്ങളുടെ രക്ഷിതാക്കളുടെ സമയവും അധ്വാനവും പണവും ഒക്കെ ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ട് ഒരാൾക്ക്, അല്ലെങ്കിൽ വളരെ ചെറിയൊരു കൂട്ടത്തിന് എന്തെങ്കിലും ഒരു മുൻതൂക്കം കിട്ടുക എന്ന് പറയുന്നത്, അതും അന്യായമായി കിട്ടുക എന്ന് പറയുന്നത് എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക? അത്രയും പ്രധാനപ്പെട്ട ഒരു പരീക്ഷ കുറേ ആളുകൾക്ക് തെറ്റായ രീതിയിൽ മുൻതൂക്കം നൽകുന്നെന്നും നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടാലും അവർക്കൊരൊറ്റ വാക്കിൽ റീ എക്സാം നടത്താവുന്നതേ ഉള്ളൂ എന്നൊക്കെ മനസ്സിലാവുമ്പോൾ കുട്ടികളുടെ ഉള്ളിലുണ്ടാവുന്ന മാനസികാഘാതം, മാനസിക സമ്മർദ്ദം അത്രമേൽ വലുതാണ്. ഇത്തവണ നീറ്റ് എക്സാം എഴുതി ജീവിതത്തിലെ അടുത്ത കരയിലേക്ക് യാത്ര ചെയ്യണം എന്ന് ആഗ്രഹിച്ച കുട്ടികളിൽ 20 പേർ ആത്മഹത്യ ചെയ്തു. ഇന്നും മാനസിക സമ്മർദ്ദത്തോടുകൂടി ആ ചിന്തയെ അതിജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കുട്ടികളുണ്ടാവും. നാളെ ഒരു പക്ഷേ നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു കുഞ്ഞുണ്ടാവും. കേന്ദ്ര സർക്കാർ എന്താ പറയുന്നത്? ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട്, അന്വേഷണം ഉണ്ടാവും, നടപടി ഉണ്ടാവും. ഇത് എത്ര കാലമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു? ആരാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്? ആൻഡ് ഈ കുട്ടികളുടെ മാനസികാരോഗ്യത്തിന് ആരാണ് ഇവിടെ വില കൊടുക്കുന്നത്? നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായമോ ഈ വിദ്യാഭ്യാസ മന്ത്രിയോ അത് പരിഗണിക്കുന്നുണ്ടോ? ഇതിങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളൊക്കെയും ചെന്ന് നിൽക്കാൻ പോകുന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് നിൽക്കുന്ന ഒരു അച്ഛൻ്റെ വീഡിയോ കൂടി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഒരുപാട് സ്വപ്നങ്ങൾ പങ്കുവച്ച് കഠിനാധ്വാനത്തിലൂടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ച സ്വന്തം മകൻ ആത്മഹത്യ ചെയ്തതിന് ശേഷം ഇനി എനിക്ക് ഒരു മകൻ കൂടിയുണ്ട്, അവനെയെങ്കിലും എനിക്ക് സംരക്ഷിക്കണം, അവന് വേണ്ടിയെങ്കിലും ഈ സിസ്റ്റം മാറണം എന്നാഗ്രഹിച്ചു വന്നൊരച്ഛൻ. वो मेरा बेटा है, वहाँ पे फोटो लगी है, वो मैं उसका पापा हूँ. जब शुरू किया था तब मैं इसीलिए आया था, और कल उसको 1 महीना पूरा हुआ, और 1 महीने पे मेरे को मंथली श्रद्धांजलि क्या मिल रही है? मेरे लिए, मेरे बेटे के लिए जो बैठे थे उनको भी गायब कर दिया. तो मैं यहाँ पे नहीं आऊंगा. जब शुरू किया था तब आया था, तब भी बात की थी, मत करिए गवर्नमेंट,
बेकार है। मैं खुद लड़ता हूँ, अभी दूसरा बेटा बाकी है, उसको बचाना है, तो रास्ता तो वही है, सिस्टम बदलना है, क्योंकि घर में कोई कमी तो थी नहीं। मैं ऐसा नहीं है कि गरीब थे या पैसा है या नहीं है, बच्चा पढ़ाई के साथ शादी कर चुका था, ऐसा था। अभी ये जो मेन स्ट्रीम चैनल्स है उनको ये सब नहीं दिख रहा है। 12 तारीख को सीधा न्यूज़पेपर में डाल दिया, पेपर लीक हो गया। 3 तारीख को एग्जाम हुई, 12 तारीख को पेपर लीक आ गया। मैंने न्यूज़पेपर अपने घर में छुपा के रख दिया था। मेरा बच्चा पूरा वैकेशन एंजॉय कर रहा था कि कोचिंग वालों ने उसको मैसेज किया कि वापिस आ जाओ। वो जब वो घूमने का प्लान कर रहा है, 2 साल से मेहनत करके थक चुका बच्चा है, वो रिलैक्स हो गया था। इतना अच्छा एग्जाम उसका गया था, वो तैयारी कर रहा था नीट की, जेई मेंस क्लियर कर लिया था ऐसे ही टाइम पास के लिए। इतना तो होनहार था मेरा बच्चा। प्रिपरेशन नहीं, मालूम नहीं, 1 महीने तक तो उसने खींच लिया होगा। हमें कुछ बात ही नहीं, हमें समझ में भी नहीं आया कि उसके दिल में इतना कुछ चल रहा है। 12 तारीख को मैं कोर्ट में था, मुझे मिलने तक नहीं रुका। വിദ്യാർത്ഥികളായാലും പ്രതിഷേധക്കാരായാലും അവരാവശ്യപ്പെടുന്നത് വളരെ സിമ്പിളായിട്ടുള്ള വളരെ പ്രാധാന്യമർഹിക്കുന്ന മാറ്റങ്ങളാണ്. പരീക്ഷാ ക്രമക്കേടുകളിൽ സുതാര്യമായ അന്വേഷണം വേണം. കുറ്റക്കാരായ എല്ലാവർക്കുമെതിരെ കർശന നടപടി വേണം. പരീക്ഷാ സംവിധാനത്തിൽ കൂടുതൽ സുരക്ഷ ഉറപ്പാക്കണം. വിദ്യാർത്ഥികളുടെ വിശ്വാസം തിരികെ കൊണ്ടുവരുന്ന നടപടികളുണ്ടാവണം. സർക്കാർ കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ഇതിലെവിടെയാണ് അന്യായമായ ഒരു വാദമുള്ളത്, അല്ലെങ്കിൽ ഒരു ആവശ്യപ്പെടലുള്ളത്? പക്ഷേ ഈ ന്യായമുള്ള കാര്യങ്ങൾ ചോദിച്ച് മുന്നോട്ട് പോയ ആളുകളെ തല്ലി ഓടിച്ചു. വിദ്യാർത്ഥികളെ തല്ലി ഓടിച്ചിട്ടുള്ള എല്ലാ ആളുകളും ആ വിദ്യാർത്ഥികളുടെ തിരിച്ചുവരവ് കണ്ടിട്ടുണ്ട്. ഇവിടെ ആ കുട്ടികൾ ഓരോരുത്തരും ഒത്തുകൂടിയത് അവരുടെ സഹപാഠികളുടെ, അവരുടെ അനിയന്മാരുടെ ഒക്കെയും ജീവിതത്തിന് വേണ്ടിയാണ്. ആ കഷ്ടപ്പാടുകൾ കണ്ടിട്ടാണ്. അത് കാണുന്ന രക്ഷിതാക്കളും ഇവിടെയുണ്ട്. നാളെ നമ്മുടെ മക്കളും ഇതേ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവേണ്ടി വരികയാണെങ്കിൽ അന്ന് അവരും സുതാര്യമല്ലാത്ത, കെടുകാര്യസ്ഥത നിലനിൽക്കുന്ന ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അവരെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്? ഒരു കമൻറ്റ് കണ്ടു, ഇതുകൊണ്ടൊക്കെയാണ് എല്ലാവരും രാജ്യം വിട്ടു പോകുന്നതെന്ന്. എത്ര പേര് ഓടും? എങ്ങോട്ടൊക്കെ ഓടും? ഈ മണ്ണ് നമ്മുടെയും കൂടിയാണ്, നമ്മുടെ മക്കളുടെയും കൂടിയാണ്. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പൂന്തോട്ടമൊന്നും ഉണ്ടാക്കണമെന്നില്ല, പക്ഷെ മരുഭൂമി ആവാൻ അനുവദിക്കാതിരിക്കണം. അതിനുവേണ്ടി പോരാടുന്നവർക്കൊപ്പം നിൽക്കണം. സോനം വാങ്ചുക്കിനും വിദ്യാർത്ഥികൾക്കുമൊപ്പം സമ്പൂർണ്ണ ഐക്യദാർഢ്യം.